യാദൃശ്ചികമായിട്ടൊരു ചക്ക കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പോൾ വിചാരിച്ചു വേഗം ചക്ക നന്നാക്കി ചക്ക ഒലത്തി ചായയുടെ കൂടെ വൈകുന്നേരം 4 മണിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ആവേശത്തിൽ മമ്മയുടെ അടുത്ത് ചക്ക കൊടുത്ത് വേഗം നന്നാക്കി താഴെ മമ്മയെന്ന് പറഞ്ഞു. അപ്പം മമ്മ എന്ത് ചെയ്തു, വേഗം അത് വെട്ടി പൊളിച്ചപ്പോഴേക്കും നിറച്ച് വെളിങ്ങീനാണ് അതിനകത്ത്. വെളിങ്ങീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. പശ, ചക്കയിലുള്ള ആ ഒരു പശേനെയാണ് അങ്ങനെ പറയുന്നത്. അത് നിറച്ചാണ്, ഭയങ്കര കൂടുതലാണ് ഈ ചക്കയിൽ. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ സാധാരണ ഇവിടെ മണ്ണെണ്ണ അല്ലെങ്കിൽ മണ്ണെണ്ണ യൂസ് ചെയ്യാറില്ല, വെളിച്ചെണ്ണ കൈമ തേച്ചിട്ട് ആണ് ചക്ക പറിക്കാറ്. അങ്ങനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചക്ക വെട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറേ ചക്കയൊക്കെ നമ്മൾ ചക്ക വെട്ടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ നിസ്കാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ എവിടെ ഇതിൻ്റെ ഉള്ളിൽ ചക്കച്ചോള ഇല്ല. ചക്കച്ചോള 2-3 ഉള്ളൂ, ബാക്കിയൊക്കെ ചൗണിയാണ്. ചൗണിയും പശയും മാത്രമേ ഉള്ളൂ. ഭയങ്കര വിഷമമായി. ഒരുപാട് ആഗ്രഹിച്ച് നോക്കിയിരുന്നത് കണ്ടില്ലേ, ചൗണി മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഈ സമയത്ത് ചക്ക വെട്ടി ഞങ്ങൾ വേഗം നന്നാക്കാൻ തുടങ്ങി. ലാസ്റ്റ് നോക്കുമ്പോൾ ഉണ്ടടാ ജിക്കപ്പം എന്തേ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായി ജിക്കുവിന് ചക്ക ഭയങ്കര ഇഷ്ടമാണെന്ന്. അവനും കൊതിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. ജസ്റ്റ് ഒരു കട്ടിലാണ് കേട്ടോ ഇത്രയും വെളിഞ്ഞും കിട്ടിയത്. ഞങ്ങൾ എന്നിട്ടും ഏതായാലും നന്നാക്കി പോയില്ലേ, ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്യുവാണ്. പക്ഷേ ലാസ്റ്റ് നോക്കിയപ്പോൾ വളരെ കുറച്ച്, ഒരു 10-12 ചക്കച്ചോളം മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ചക്ക കുരുവും കളഞ്ഞില്ല. ഞങ്ങൾ സാധാരണ ചക്ക നന്നാക്കുമ്പോൾ കുരു കളയാറില്ല. കുരുവും കൂടി വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് ചക്കക്കുരുവും ചീരയിട്ട് വെക്കും, അല്ലെങ്കിൽ ചക്ക കുറവാണെങ്കിൽ ചക്കയുടെ കൂടെ തന്നെ കറിയായിട്ട് വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇത് കണ്ടില്ലേ, ആകെ വളരെ കുറച്ച് ചക്കയെ കിട്ടിയുള്ളൂ. അത് പിന്നെ നുറുക്കി കുഞ്ഞ് കഷ്ണങ്ങളാക്കി. അപ്പോൾ വിചാരിച്ച് ഒലത്താനുള്ളതില്ല, എന്നാൽ പിന്നെ നമുക്ക് ചക്കപ്പുഴുക്ക് വെച്ചാലോ എന്ന്. അങ്ങനെ മമ്മ ഞാൻ ആ ചക്കപ്പുഴുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ പോയി പിന്നെ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ മമ്മയുടെ അടുത്ത് പറഞ്ഞു, മമ്മ നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മമ്മയും കൂടി പരിപാടി തുടങ്ങി. ഇതിൽ ചക്ക വേവിക്കണം നമുക്ക്, അതാണ് നമ്മുടെ ഫസ്റ്റ് ചടങ്ങ്. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇച്ചിരി ഒരു പച്ചമുളകും ഇച്ചിരി വേപ്പിലയും ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ ചക്കയ്ക്ക്. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഒരു 2 വിസിൽ കേട്ടാൽ മതി. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല. അപ്പം ഇപ്പം നമ്മൾ കുക്കറിൽ വെച്ചേക്കാണ്. കുക്കറിൽ വെച്ചൊരു 2 വിസിലടിക്കുക. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വെന്ത് കിട്ടും. ഇനി അതിനകത്തൊക്കെ പുഴുക്കുണ്ടാക്കാനായിട്ട് ഉള്ളൊരു മിക്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു അരമുറി തേങ്ങയാണ് ചിരവേക്കുന്നത്. അതിലേക്ക് ജീരകം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കയിൽ, അതുകൊണ്ട് ഇനി വീണ്ടും ഇടുന്നില്ല. പിന്നെ ഒരു 5-8 ഇല്ലി വെളുത്തുള്ളി, ഇത്രയിട്ട് കുറച്ച് വെള്ളം, നന്നായിട്ട് അരഞ്ഞ് കിട്ടണ പോലത്തെ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഒരുപാട് കുഴമ്പ് പോലെ ആയി പോകരുത്, ഈ ഒരു പരുവം, എന്നാലാണ് നമുക്ക് തേങ്ങയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇതായിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ വിസിൽ കംപ്ലീറ്റ് കളഞ്ഞ് തുറന്ന് കഴിഞ്ഞിട്ട് ഈ കൂട്ട്, നമ്മൾ മിക്സിയിൽ അരച്ച കൂട്ട് ഇതിനകത്തേക്ക് ഇടാം. ചക്കയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചക്കയുടെ മിക്സ് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ എടുക്കാം. നമ്മുടെ ഈ ചക്ക അതിനകത്തേക്ക് ഇടാനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയില്ലേ നമ്മുടെ തേങ്ങയുടെ, ആ നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് കടുകിടുക. ആ കടുകിട്ട് പൊട്ടിക്കുക. നോക്കി നല്ല ഭംഗിയില്ലേ കടുക് ഇങ്ങനെ കിടക്കണതാണ്. അത് തിളച്ച് പൊട്ടണ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ കുറച്ചൊക്കെ എൻ്റെ കൈമേക്കൊക്കെ വീണു. അതും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ വറ്റൽമുളക്, നമ്മളിവിടെ കൊല്ലമുളക് എന്നാണ് പറയുക, വറ്റൽമുളക് അല്ലെങ്കിൽ കൊല്ലമുളക്, അതൊരു 2-3 കീറിയിടുക. അത് കീറിയിട്ടതിന് ശേഷം കുറച്ച് വേപ്പിലിടുക. നമ്മൾ ഇതിനകത്ത് വേപ്പിലിടും തോറും നമ്മുടെ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടും. എന്നു വെച്ചാൽ കണ്ടമാനം കോരി ഇടരുത്,
എന്നാൽ വേപ്പില എനിക്കിഷ്ടമാണ് പേഴ്സണലി വേപ്പില ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ചധികം വേപ്പില ഇടാനായിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വേപ്പില ഇട്ടു. അത് നന്നായിട്ട് മൂപ്പിച്ച് വഴറ്റിയതിന് ശേഷം നമുക്ക് നല്ലൊരു മണം കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൻ്റെ കൂട്ട്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു കുറച്ച് നേരം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് മൂടി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി, തേങ്ങയുടെ ആ ഒരു ഫ്ലേവറും വേപ്പിലയും പച്ചമുളകും ഇതൊക്കെ ഇറങ്ങി ചക്കയിലൊക്കെ നന്നായിട്ട് പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു കുറുകിയൊരു പരുവം കിട്ടും. എൻ്റെ പൊന്നു അടിപൊളി ടേസ്റ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കണതിനേക്കാളും എനിക്കിഷ്ടം എനിക്ക് വെറുതെ കഴിക്കാനാട്ടോ. വെറുതെ നമ്മൾ ചായയുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴും ഒക്കെ നല്ല ടേസ്റ്റാണ്. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.